ജോ മെക്കാൻ കെയറിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്കിന്ന് ഇൻസൈഡ് എയർ ഔട്ട്സൈഡ് എയറിനെ കുറിച്ച് സംസാരിച്ചാലോ? മഞ്ഞുകാലമായിക്കോട്ടെ അഥവാ മഴക്കാലമായിക്കോട്ടെ, നമ്മൾ കാലത്ത് തന്നെ വാഹനങ്ങളിൽ ചെല്ലുമ്പോൾ ഗ്ലാസ് നോക്കിക്കഴിഞ്ഞാൽ ഒരു മൂടൽ പോലെ ഇരിക്കും. നമുക്കിതിനെ പെട്ടെന്ന് നമുക്കത് പ്രിവെന്റ് ചെയ്യാൻ സാധിക്കും. കുറച്ച് ശ്രദ്ധിച്ചാൽ മതി. ഞാൻ ഈ പറഞ്ഞ ഇൻസൈഡ് എയർ അഥവാ ഔട്ട്സൈഡ് എയറിന്റെ സെലക്ഷൻ. എന്തുകൊണ്ടാണ് വിന്റർ രാജ്യങ്ങളിൽ, തണുത്ത രാജ്യങ്ങളിലെല്ലാം ഇൻസൈഡ് എയർ സെലക്ട് ചെയ്ത് നിങ്ങൾ വാമപ്പ് ചെയ്യാൻ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, പുറത്ത് ടെമ്പറേച്ചർ കുറവും, നമ്മൾ ഇൻസൈഡ് എയർ സെലക്ട് ചെയ്യുമ്പോൾ ഈ അകത്തെ എയർ തന്നെ വീണ്ടും സർക്കുലേഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വാഹനത്തിൽ ഈ ടെമ്പറേച്ചർ വാമപ്പ് ആവാൻ സാധ്യത ഒത്തിരി കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇൻസൈഡ് എയർ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ വാഹനം വാമപ്പ് ചെയ്യുക. നിങ്ങളത് യാത്ര തുടരുമ്പോൾ വീണ്ടും എന്ത് ചെയ്യണം? അത് വീണ്ടും ഔട്ട്സൈഡ് എയറിലേക്ക് കൺവേർട്ട് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ മാറ്റണം. അല്ലെങ്കിൽ വീണ്ടും ഈ ഫോഗ് വരാനായിട്ട് ചാൻസസ് ഉണ്ട്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും നമുക്ക് കാണാം. ബൈ ബൈ.